കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് അല്ലെങ്കിൽ ഗാർഹിക പീഡന കേസ് ഒരു സ്ത്രീ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കണം എന്നുണ്ടെങ്കിൽ കോടതിയിൽ കൃത്യമായി എവിഡൻസുകൾ അല്ലെങ്കിൽ തെളിവുകൾ നമ്മൾ ഹാജരാക്കണം. അങ്ങനെ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് ഈ കേസിന് നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാവുകയുള്ളൂ. സംഭവങ്ങൾ നടന്നു പക്ഷെ തെളിവില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് തള്ളിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡനം തെളിയിക്കുവാനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട എവിഡൻസുകൾ അല്ലെങ്കിൽ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും ശാരീരിക മർദ്ദനങ്ങളൊക്കെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡ്സും അതുപോലെ തന്നെ MLC റിപ്പോർട്ടും ആവശ്യമാണ്. MLC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ലീഗോ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാണ് ആ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്, ഹോസ്പിറ്റലിൽ നിങ്ങൾ എടുത്തിട്ടുള്ള OP ടിക്കറ്റ്, ഏത് ഡോക്ടറാണ് നിങ്ങളെ പരിശോധിച്ചിട്ടുള്ളത്, ആ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റേ അല്ലെങ്കിൽ MRI സ്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ സ്കാനിങ് റിപ്പോർട്ട്സുകൾ, എന്തെല്ലാം മരുന്നുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗാർഹിക പീഡനം നടന്നത് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ, ഡോക്ടർ ഈ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ, പോലീസ് വന്ന് നിങ്ങളുടെ മൊഴി എടുത്തിട്ടുണ്ടോ, മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങൾ മൊഴി നൽകിയിട്ടുണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ജനറലായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് MLC റിപ്പോർട്ടിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള മുറിവുകൾ, അതാണ് എന്ത് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഞ്ചുറി നടന്നിട്ടുള്ള ആ പോർഷൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ബോഡിയിൽ ആ ഇഞ്ചുറി കാണുന്ന വിധത്തിൽ ഒരു ഫോട്ടോയും എടുക്കണം. മൊബൈൽ ഫോണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടൈമും ഡേറ്റും സ്റ്റാമ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റിങ്സ് ചെയ്തിട്ട് വേണം എടുക്കുവാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി അതിനെന്തായിട്ട് മാറും, ഒരു പ്രൂഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസിൽ കൊടുത്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, അതുപോലെ തന്നെ FIR. ഇനി നാലാമതായിട്ടാണ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്സ് കാണിക്കാം. ഫോൺ വിളിച്ചത്, വാട്സപ്പ് ചാറ്റുകൾ, വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റുകൾ, തൊട്ട് അയൽപ്പക്കത്തുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സഹായിച്ചിട്ടുള്ള ഓട്ടോ അല്ലെങ്കിൽ കാറ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഇതെല്ലാം എന്താണ് വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസർ റിപ്പോർട്ട്, നിങ്ങൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കയ്യിൽ നിന്നുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഷെൽട്ടർ ഹോം റെക്കോർഡ്സ് എന്നുള്ളതും, നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം വേറെ എവിടെയെങ്കിലും അഭയം പ്രാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷെൽട്ടർ ആയിട്ടുള്ള ആളുടെ ഷെൽട്ടർ ഹോം റെക്കോർഡ്സ് ഉപയോഗിക്കാം. പിന്നെ കൗൺസിലിംഗ് ആൻഡ് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു കൗൺസിലറിനെ കാണുകയാണെങ്കിൽ ആ കൗൺസിലറിനെ അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെയും പൈസ അടച്ചതിൻ്റെയും അയാളുടെ മൊഴികളും അയാളുടെ റിപ്പോർട്ടുകളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം. കൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, DIR എന്ന് പറയുന്ന സംഗതി. DIRനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തെളിവായിട്ട് കോടതിയിൽ ഒരു DV കേസ് തെളിയിക്കുവാനായിട്ട് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് DIR, രണ്ടാമതായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് MLC റിപ്പോർട്ട്, മൂന്നാമതായിട്ട് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഇഞ്ചുറീസ്, നാലാമത് പോലീസ് കംപ്ലയിൻറ്റ്സ് ആൻഡ് FIRs, അഞ്ചാമതായിട്ട് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ്, ആറാമതായിട്ട് വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്, ഏഴാമതായിട്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ റിപ്പോർട്ട്, എട്ടാമതായിട്ട് ഷെൽട്ടർ ഹോം റെക്കോർഡ്സ്, ഒമ്പതാമതായിട്ട് കൗൺസിലിംഗ് ആൻഡ് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ്. മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കേസിനെ വിജയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.